നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി നെന്മാറ. എന്റെ സഹധർമ്മിണി ശ്രീമതി കോമള. ഹായ്, നിങ്ങൾക്ക് ഏവർക്കും മലബാരൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കഞ്ചൻ കൃഷ്ണേട്ടന്റെ മകളുടെ കല്യാണ നിശ്ചയം, രസകരമായ അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കുന്നു. മുഴുവൻ കാണണം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങളും. നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലബാരം. നന്ദി, നമസ്കാരം. നമസ്കാരം. ചായ കുടിക്കേണ്ട സമയമായി, ഇത്ര നേരം വന്നിട്ടുമില്ല. പോയ കാര്യം ശരിയായോന്നും അതും അറിയില്ല. എന്താ ഇത് വന്നാ? ഓ മാവ് നീ വാങ്ങാൻ പാടില്ലേ? മാവ് വാങ്ങിട്ടുണ്ട്. ഇത് വരുന്ന മറ്റേ പൊട്ടിയാട്ടോടെ അതായത് 100 ഉറുപ്പിക്ക് 3 കിലോ വാങ്ങി. നന്നായി. 100 രൂപ കൊടുത്ത് 3 കിലോ ആപ്പിളും വാങ്ങി, മാവും വാങ്ങിച്ചു. അതന്നെ തിന്നട്ടെ. നന്നായി. ഇതാ മാവും ആപ്പിളും അവിടെ വെക്കി. അതൊക്കെ പോട്ടെ, മാവും ആപ്പിളും ഒക്കെ ഇരിക്കട്ടെ. പോയ കാര്യം എന്തായി? എന്ത് റെഡിയായി? എന്ത് മണ്ഡപം? സ്കൂളാ? സ്കൂളാണ് ഏൽപ്പിച്ചത്. അമ്പലത്തിൽ പോയി ജയാട്ടോട് അതും ബുക്കിംഗ് ആയി. നല്ല കാര്യമായി. അവസാനം ജയാട്ടൻ തന്നെ പറഞ്ഞു, മെമ്പറിൽ ജയാട്ടൻ. പിന്നെ കൃഷ്ണേട്ടൻ അതുപോലെ കാര്യം ചെയ്യും. ആ സ്കൂളുണ്ട്, ചെറിയ സ്കൂൾ. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി, ചെറിയ വാടകയുള്ളൂ. പോയി സ്കൂളെ കിട്ടിയുള്ളൂ. കിട്ടിയല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല, നേരത്തെ പോകാൻ പറഞ്ഞില്ലേ? അത് ശരി. ഫോട്ടോ കിട്ടാത്ത നിങ്ങളാണ് മക്കളെ വിടായില്ലേ? മക്കളെ വിടായിരുന്നവർ അച്ഛനുള്ള അപ്പൊ മക്കളെ വിട്ടാ നന്നായി. എന്ത് ലാഭം? സ്കൂള് നല്ല ലാഭം. എന്താ പഠിക്കാൻ വരികയാണ്? എന്ത് ലാഭം? പിന്നെ എന്താ ലാഭം? എന്താ അത് നിലത്തിരുന്ന് ചോർന്ന ബെഞ്ച് തന്നിരിക്കുന്ന ടീച്ചർ എന്താ പറഞ്ഞല്ലോ, കൃഷേട്ടാ നിങ്ങൾക്കൊരു ഗുണമുണ്ട്. നിങ്ങൾ ചേരണ്ട് വാടക വാങ്ങിക്കണ്ട, വേണ്ട. നിങ്ങൾ കാര്യം ചെയ്യാ, ഈ ബെഞ്ചിൽ വരുന്നവരൊക്കെ കൊടുത്താൽ മതി. 50 ആളെ വരുള്ളൂ. ബെഞ്ചിലിരിക്കാൻ LKG കുട്ടികളാണ് പഠിക്കാൻ വരികയാണ്. ബെഞ്ചിൽ ഇരുന്നിട്ട് എന്താണ് എന്താ ഒരുപാട് ഞാൻ അപ്പോഴും പറഞ്ഞു പിന്നെ നിങ്ങളുടെ അച്ഛനെ വിട്ടാലേ ശരിയായില്ല. കാശ് തരണ്ട, വൃത്തിയാക്കി പോണതിന് കാശ് തരണ്ട. ബന്ധുക്കല്ലേ അവരൊക്കെ വൃത്തിയാക്കിയാൽ മതി. ഓ അത് ഞാൻ പറഞ്ഞു. അവരെന്ത് ഓമനിയുണ്ട്, മക്കളും മരുമക്കളും. നിങ്ങൾക്കുണ്ടോ പണി? ഞാനില്ലേ കൂടെ. ഞങ്ങക്ക് പണി പറഞ്ഞു, ഞങ്ങക്ക് വേറെ പണിയൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച വെള്ളാട്ടമായിട്ട് കല്യാണം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അവർക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ ലാഭം നോക്കിട്ട് നടന്ന എന്താ ചെയ്യാ? ഇതൊരു കല്യാണം നിശ്ചയം തന്നെ. വെറുതെ ആൾക്കാർ പറയുന്നത് കഞ്ചനാണെന്ന്. കഞ്ചനാണ് പറഞ്ഞ കഞ്ചൻ കൃഷിയായിട്ടൊക്കെ പലരും മിഞ്ചിക്കോട്ട് നടക്കുന്നത് അതറിയോ? നന്നായിരിക്കുന്നു. കുട്ടികളുടെ അടുത്ത് പറഞ്ഞ അവരാരും പോയില്ല. ഇങ്ങനെ ഒരു അച്ഛന്റെ ലോകത്ത് കാണാൻ കിട്ടുമോ? ഫോട്ടോ വേണല്ലോ. അവര് കൊണ്ടുവന്ന് നമുക്ക് ഏൽപ്പിക്കണ്ടേ? നമ്മുടെ മകളെ കെട്ടിക്കൊടുക്കുമ്പോ നമ്മ ഏൽപ്പിക്കാണ്ട് അവര് കൊണ്ടുവരട്ടെ. അവർ കാത്തിരിക്കാൻ പറ്റുവോ? 17 ദിവസം ഉണ്ട്. ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്നോട് നിങ്ങൾക്ക് ചോദിച്ചില്ലേ? ഞാൻ അഡ്വാൻസ് കൊടുത്തു, നിങ്ങളുടെ സൗകര്യം വിളിച്ചു. ആൾക്കാര് പറയണം, മക്കളുടെ അവിടെ പറയണം. വിളിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മ 19-20 ആള്, ഇവിടെ 10 ആള് കുടുംബത്തിന്. 19-20. അതാ ചായ. എന്തായാലും ചായ സംസാരിക്കാ. ചായ കുടിക്കുമ്പോൾ ഞാൻ പോയി. അങ്ങനെ വന്നാണ്. ഇരിക്കില്ലേ? 19-20 ആയ പിന്നെ അവര് 50 ആള്. അങ്ങനെ പറഞ്ഞത്. ആര് 50? അവര് 50, നമ്മള് 19-20, 70 ആളെ. 60 ആളുകൾ ഞാൻ സമ്മതിക്കില്ല. 50 ആൾ എണ്ണം മട്ടി പോയി നിങ്ങളെ കൊണ്ട് 60 ആളുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ബാക്കിയുള്ളവരേക്ക് എന്ത് ചെയ്യും? അത് ശരി. അപ്പൊ ആരും വേണ്ട, ആരും വേണ്ട. ആൾക്കാരും ഇല്ലാണ്ട് എങ്ങനെയാണ്? നമ്മുടെ ആൾക്കാർ
മക്കളുടെ അടുത്ത ആൾക്കാർ വിളിക്കണ്ടേ? പെൺകുട്ടിന് ജോലിപ്പിക്കാൻ മേക്കപ്പ് വേണ്ടേ? എന്താ നമ്മുടെ പണ്ടത്തെ കാലം കൊണ്ട് ഒന്നും ഇരിക്കാൻ പറ്റില്ല. വണ്ടി ആവശ്യമില്ലല്ലോ, അവരിങ്ങോട്ട് വരികയല്ലേ? എന്താ ഇവിടെ നടന്നു പോവാണ്? മൂന്ന് ബൈക്കില്ലേ അതീ വരും. അപ്പൊ പെൺകുട്ടിനെ അങ്ങനെ കൊണ്ടുപോകും. പെൺകുട്ടിനെ കാര്യം ചെയ്യും. നമ്മുടെ ദേവന്റെ മറ്റേ ആട്ടോ ഇല്ലേ, ആട്ടോയില് പിന്നെ കുട്ടികളുടെ കാര്യം എന്താ നിങ്ങളുടെ അച്ഛൻ ഞാൻ പറയാ ഇങ്ങനെ ഒരു പുസ്തകത്തരമുള്ള ഒരു അച്ഛനായല്ലോ. ഭക്ഷണം കൂട്ടത്തിൽ കൂട്ടം ഭക്ഷണത്തിന് എന്ത് ചെയ്യും? അതന്നെ ബിരിയാണി 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 അന്ന് കൊണ്ടുവന്നു നീ 70 റുപ്യന്റെ കുട്ടിന് പറഞ്ഞാണ്. 50 50 20 70 70 10 ആളുടെ ഒക്കെ കൂട്ടിയാ പടം ചായ കുടിച്ചില്ല. 80 ആളുണ്ടാവും. ഒരു 60 ആൾക്ക് ചോറ് പറഞ്ഞാൽ മതി കേട്ടാ. 60 ആൾക്ക് പറഞ്ഞതില്ലേ, 60 ആൾക്ക് ചോറാ? 60 ആൾക്ക് പറഞ്ഞാൽ മതി. 100 ആൾ കഴിക്കും. ചിക്കൻ ഉണ്ടല്ലേ, ചിക്കൻ ഇല്ലേ ചിക്കൻ ഇടും. അത് 130 ആളുകൾ കാര്യം ചെയ്യും. 60 ആൾക്ക് പറ 100 ആൾക്കും ഉറപ്പാണ്. കൂടുതൽ കളിക്കാണ്ടിരിക്കാൻ ചെറിയ കുട്ടികൾക്ക് തന്നെ വേണം. അതിന് അറിയണതൊക്കെ അടിഞ്ഞു പോകും. മിണ്ടാണ്ടി അതിന് ചാറ് വെച്ച് എരിവ് കൂട്ടിയാൽ മതി. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ എല്ലാത്തിനും പിസ്കി പിസ്കി ചെലവാക്കണ്? ഒരു മകളുടെ കാര്യം നടക്കുമ്പോ തന്തപ്പാറ കൊടുക്കണ്ടേ? വാങ്ങാം അതന്നെ മക്കളെ നമുക്ക് തീരുമാനിക്കട്ടെ. എന്ത് ചെയ്യുന്നേ? പോകുമ്പോ കുട്ടികളെ കൊണ്ടൊന്ന് ചോദിക്കുക, അതുമില്ല. നാഥനാണ് പറ്റാത്ത. നാഥ എങ്ങനെ ഏൽപ്പിച്ചു വന്നിരിക്കുന്നത്? സ്കൂളാണ് ഏൽപ്പിച്ചിട്ട് വരിക. നാഥ അതിനെന്താ നേരത്തെ പറഞ്ഞത്? മക്കളൊക്കെ പല വഴിക്ക് പോയി കാര്യമുണ്ട്. നാട്ടുകാർ കൂടുതൽ വിളിക്കണ്ട, അവര് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ ആരും വേണ്ട, നമുക്ക് അപ്പനും മക്കൾ അതന്നെ. ആരും വേണം, അപ്പനും മക്കൾ മാത്രം മതി. നല്ല അച്ഛൻ 10 വയസ്സ് ചെലവാക്കാൻ ഇങ്ങനെ മടി. എന്താ ഒരു മടിയാണിത്? നല്ല കോലം, സൂപ്പറായി. നന്നായി നടക്കും.